ജമാഅത്തെ ഇസ്ലാമിയാണ് നിങ്ങൾ ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഭജനത്തിൻ്റെ ടൂൾ. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്ന ദീർഘകാലമുണ്ടായിരുന്നു. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തി പറഞ്ഞ സൗണ്ട് ബൈറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ്. ദേശാഭിമാനി എഴുതിയ കുറിപ്പ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ ചോദിക്കുന്നത്, അന്നൊക്കെ നിങ്ങളുടെ സർക്കാരുകളിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നോ എന്നാണ്. ആ ചോദ്യം സ്പെസിഫിക് ആണ്, ഡയറക്റ്റ് ആണ്, ക്ലിയർ ആണ്. തീർച്ചയായിട്ടും സ്പെസിഫിക്കായും ഡയറക്റ്റായും പ്രിസൈസ്ലിയും ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറുമാണ്. പക്ഷെ അങ്ങ് ദീർഘമായ ചരിത്രം അവലോകനം ചെയ്തിട്ട് അങ്ങയുടെ ഏറ്റവും ഒടുവിലത്തെ വാചകത്തിന് മാത്രം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് സൗകര്യപ്പെടില്ല. അങ്ങ് പറയുന്നു നിങ്ങളുടെ പോലീസ് ഈ കാര്യത്തിനകത്ത് RSSനോട് ഒത്തിരിക്കുന്നു എന്ന സമീകരണം നടത്താൻ അങ്ങ് ചർച്ചയിൽ അങ്ങയുടെ ചോദ്യത്തിനുടനീളം അങ്ങ് ശ്രമിച്ചു. ഒരു ചുക്കുമില്ലാന്ന് എനിക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. കാരണം എന്താണ്, അങ്ങ് ഈ പറയുന്ന ഹെയ്റ്റ് ട്യൂബേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഷാജൻ സ്കറിയയും മറുനാടൻ മലയാളിയുമാണ്. അയാളെ 48 മണിക്കൂർ മുമ്പ് വിളിച്ചിരുത്തി വിരുന്നൂട്ടി അദ്ദേഹത്തിന്റെ വായിലേക്ക് ഭക്ഷണവും കേക്കും വീഞ്ഞും വെച്ചു കൊടുത്തു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. മീഡിയ വൺ മിണ്ടിയിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് പൊള്ളിയിട്ടില്ല. പക്ഷെ അയാളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തെ കേസിൽ പ്രതിയാക്കി അദ്ദേഹത്തിന്റെ ഹെയ്റ്റ് ട്യൂബിന് സമാനമെന്ന് അങ്ങ് വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികൾ കണ്ടെടുത്തത് കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസാണ്. അത് തുറന്നു കാണിക്കാനും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അങ്ങേക്ക് താല്പര്യമില്ലായിരിക്കും. ഇരിക്കട്ടെ, ഇനി ജമാഅത്തെ ഈ വെറുപ്പിന്റെ വ്യാപനം തടയാൻ പറ്റിയെന്ന് എന്റെ ചോദ്യം. വാട്ട് ഈസ് ദ ഫൈനൽ റിസൾട്ട് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് കർണാടകയിലെ യലഹങ്ക കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല. അവിടുത്തെ അഷ്റഫിനെ തല്ലിക്കൊന്നപ്പോൾ പ്രോ പാകിസ്ഥാൻ സ്ലോഗൻ എന്ന് കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞ മര്യാദകേടും തെമ്മാടിത്തരവും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. അങ്ങ് മനസ്സിലായി. ഏത് തെമ്മാടിത്തരം ഉണ്ടാവുന്നില്ല എന്ന് കേരളത്തിൽ വർഗീയ പ്രചാരണം ആർക്കും നടത്താം. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് ഭീകരമായ തോതിലുള്ള വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരും തടയുന്നില്ല. പോട്ടെ, ഒരു കേസ് വേണ്ട, ഒരു തള്ളിപ്പറയൽ ഉണ്ടാവുന്നില്ല കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന കേന്ദ്രത്തിൽ നിന്ന്. അതാണ് പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെ സംബന്ധിച്ച് പ്രത്യശാസ്ത്ര ദാർശനികമായ പരികല്പനകൾ വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മുമ്പിലെ അനുഭവങ്ങൾ, ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ ഒരു മതനിരപേക്ഷവാദിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. ഞാൻ പറയുന്നു, കർണാടകയിൽ അഷ്റഫിനെ തല്ലിക്കൊന്നതിന് ശേഷം RSSനെ ന്യായീകരിക്കാൻ മുമ്പോട്ടേക്ക് വന്നത് അവിടുത്തെ സമുദായ സംഘടനാ നേതാവല്ല. അങ്ങ് ഏതോ ഒരു സമുദായ സംഘടനാ നേതാവ് വർഗീയത പറയുന്നു, ഇടതുപക്ഷം അതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്നു. അതാണ് അങ്ങയുടെ ആക്ഷേപം. ആ വർഗീയതയും ഏത് സമുദായ സംഘടനയുടെ നേതാവ് അത് വെള്ളാപ്പള്ളി ആണെങ്കിൽ അദ്ദേഹം ഉൾപ്പെടെ ആ വർഗീയതയെ തള്ളിക്കളയാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആർജവമുണ്ട്. അത് തെറ്റെന്ന് ആവർത്തിച്ചേറ്റു പറയാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, മതനിരപേക്ഷവാദിയായ ഒരു ഇന്ത്യക്കാരന്റെ മുമ്പിൽ കർണാടകയിൽ RSS തല്ലിക്കൊന്ന അഷ്റഫിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നു പ്രോ പാകിസ്ഥാൻ സ്ലോഗൻ ഹാസ് ബീൻ ഷൗട്ടഡ്. ആ മര്യാദഘട്ട വർത്തമാനം ഇന്ത്യയിൽ പറയാത്ത ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ പിണറായി വിജയനാണ്. അത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അങ്ങ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ ധാരണ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ ഇതിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വന്ന എഡിറ്റോറിയലില്ലേ? അങ്ങ് ആ എഡിറ്റോറിയൽ പൂർണ്ണമായും വായിച്ചിട്ടുണ്ടോ? ഞാൻ നിശ്ചയമായും മറ്റു മാധ്യമ പ്രവർത്തകരെ കാണുന്ന പോലെയല്ല അങ്ങേ കാണുന്നത്. അങ്ങ് എഡിറ്റോറിയൽ വായിച്ചിട്ടുണ്ടായിരിക്കണം. ആ എഡിറ്റോറിയലിന്റെ ആദ്യ വരികൾ എന്താണ്? ആ എഡിറ്റോറിയലിന്റെ ആദ്യ വരികൾ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു, മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ സാഗൂതം നല്ല സംശയത്തോടു കൂടെ തന്നെ നോക്കിക്കാണേണ്ടവരാണ്. എന്നിരുന്നാൽ ഈ സ്വീകരിച്ച നിലപാട് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ആ എഡിറ്റോറിയൽ പരാമർശിക്കുന്നത്. അതായത് അങ്ങ് സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ ധാരണ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ UDFനകത്ത് നിന്ന് വലിയ അസ്വാരസ്യം ഉണ്ടായിരിക്കുന്നു എന്ന് വലിയ ഒരു നേട്ടത്തോടെ പറഞ്ഞ പിണറായി വിജയന്റെ സൗണ്ട് ബൈറ്റ് വേണം ഞാൻ കേൾപ്പിക്കാം. അല്ല, നിക്ക്, ഞാൻ പറയുന്നു ആ ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അന്ന് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകൾ LDFനൊപ്പം ചേർന്ന് നിൽക്കുന്നു. അതിൽ UDFിലെ ഒരു കൂട്ടം ആളുകൾ അസ്വസ്ഥരായിരിക്കുകയാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. പാലോളി മുഹമ്മദ് കുട്ടി നിയമസഭാ TVക്ക് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞങ്ങൾക്കും അവർക്കുമിടയിൽ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഞങ്ങൾ അവരുമായി ചേർന്ന് നിന്നിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ചേർന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോൾ അവർ വന്നാൽ കേരളം തീവ്രവാദമായി പോകും, അവർ വന്നാൽ മാറാട് കലാപം ഉണ്ടാവും, മതരാഷ്ട്രവാദികൾ, അവരുടെ വോട്ട് വേണ്ട, അവരോട് അടുക്കാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറയണം അവരുമായി അടുക്കാൻ കഴിയുന്ന, ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ചില സന്ദർഭങ്ങളും ചില ഏരിയാസും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തീരെ ഇല്ലാതാവുന്നു. നിങ്ങൾ നോക്കൂ, മലബാറിലെ പല ഈ തദ്ദേശ സ്ഥാപനങ്ങളും നിങ്ങൾ ഒരുമിച്ച് ഭരിച്ചു. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടാന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്ന കാലത്ത് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അതിന് താങ്കൾ പറഞ്ഞില്ല മറുപടി. പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല.
അങ്ങ് ദീർഘസമയം എടുത്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു, പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് പോലും എന്നെ ഉത്തരം പറയാൻ അങ്ങ് അനുവദിക്കുന്നില്ല. ഇരിക്കട്ടെ, അത് ജമാഅത്തെ ഇസ്ലാമി പ്രശ്നമായതുകൊണ്ടായിരിക്കാം. അങ്ങ് സൂചിപ്പിച്ച ദേശാഭിമാനി എഡിറ്റോറിയൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങീ സൂചിപ്പിച്ച പ്രസ്താവന നടത്തിയ 2008 അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം അദ്ദേഹം ദേശാഭിമാനിയിലും മറ്റു മാധ്യമങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പരിസരത്തെ സംബന്ധിച്ച്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന മതരാഷ്ട്ര നിലപാടിനെ സംബന്ധിച്ച് അക്കാര്യത്തിൽ അന്നും ഇന്നും, അതായത് രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കി എന്ന് അങ്ങ് സൂചിപ്പിക്കുന്ന ഈ കാലയളവിനെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിലും ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ഒന്നും ഞങ്ങൾക്ക് ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുണ്ടായിരുന്നുള്ളത്. പിന്നെ ഈ അങ്ങ് സൂചിപ്പിക്കുന്നു, വീണ്ടും നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് ഈ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കപ്പെട്ടു എന്ന് അങ്ങ് ആരോപിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വകുപ്പുകളോ നിയന്ത്രിച്ചിരുന്നത്? ഞാൻ പറയുന്നു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കാൽപ്പനികമായ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടട്ടെ. UDFന്റെ ഭരണകാലയളവിൽ വർഗീയതയ്ക്കും RSSനും ചുവപ്പ് പരവതാനി വിരിച്ചിട്ടിരുന്ന ഒരു സമീപനമായിരുന്നോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്നപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഉണ്ടായിരുന്നുള്ളത്? അല്ല എന്ന് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം പറയാൻ കഴിയും. അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. ബൽറാം, നിങ്ങളുടെ കാലത്താണ് കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നാൽ ഇനിയും കലാപം ഉണ്ടാകുമെന്ന് പറയുന്നതിൽ തെറ്റെന്താണെന്നാണ് ജയിക്ക് ചോദിക്കുന്നത്.